ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് PSC ക്ലാസ്സസ്. മുൻകാല PSC എക്സാമുകളിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. അഡ്വാൻറ്റേജ് ഓഫ് പ്രൊവൈഡിംഗ് സൂപ്പർ എലിവേഷൻ ഓൺ റോഡ് ഈസ്. ഇത് ഒരു റോഡിൽ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണ്. ഒരു വെഹിക്കിൾ കർവ്ഡ് സർഫസിലൂടെ അല്ലെങ്കിൽ സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ ഒരു വെഹിക്കിളിൽ ഔട്ട്വേർഡ് ഫോഴ്സ് ഉണ്ടാകുന്നു. ആ ഔട്ട്വേർഡ് ഫോഴ്സ് ഈ ഒരു വെഹിക്കിൾ സ്കിഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓവർടേൺ ചെയ്യാനും കാരണമാകുന്നു. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് റൈസ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്. ഇങ്ങനെയാണ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവഴി ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഓവർടേണിംഗ് സ്കിഡിങ് റെഡ്യൂസ് ചെയ്യുന്നു ബൈ കൗണ്ടറാക്റ്റിംഗ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇത് ഈ ഒരു ഹൊറിസോണ്ടൽ കർവിലൂടെ വോളിയം ഓഫ് ട്രാഫിക് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ദെൻ ഈ ഒരു എഡ്ജ് ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യുന്നത് വഴി ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് നടക്കുന്നു ഇന്നർ സൈഡിലോട്ട്. ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. Super elevation provides higher speed of vehicles, easy drainage and increased volume of traffic. Question number 2. The curve composed of two arcs of different radii having their centers on the opposite side of the curve is known. 4 curves ആണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്, വെർട്ടിക്കൽ കർവ്. ഇതിൽ ആദ്യത്തെ 3 ഓപ്ഷൻസ് വരുന്നത് ഹൊറിസോണ്ടൽ കർവ്സിന് എക്സാമ്പിളാണ്. സിമ്പിൾ കർവും കോമ്പൗണ്ട് കർവും റിവേഴ്സ് കർവും ഹൊറിസോണ്ടൽ കർവ്സ് ആണ്. ഫിഗറിൽ സിമ്പിൾ കർവ് എന്ന് പറയുന്നത് വ്യക്തമാണ്, സിംഗിൾ ആർക്കാണ്, അതിന് യൂണിഫോം റേഡിയസ് ആണ് ഉള്ളത്. ദെൻ സെക്കൻഡ് വൺ കോമ്പൗണ്ട് കർവ്. ഇതെന്ന് പറയുന്നത് 2 or more സിമ്പിൾ കർവ്സിനെ കണക്ട് ചെയ്ത് വരച്ചിട്ടുള്ളതാണ് കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത്. റേഡിയസ് ഡിഫറെൻ്റ് ആണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ടൈമിലാണ് കോമ്പൗണ്ട് കർവ് വരുന്നത്. ദെൻ റിവേഴ്സ് കർവ്. റിവേഴ്സ് കർവിൽ 2 ആർക്സ് ഉണ്ട്. ആ 2 ആർക്കും റേഡിയസ് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ അവിടെ സെൻറ്റേഴ്സ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡ്സിലായിരിക്കും. ദിസ് ഈസ് വെർട്ടിക്കൽ കർവ്. വെർട്ടിക്കൽ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത് റോഡ്സിൽ എലിവേഷനും ഫോളും ഉള്ള പോർഷനിലാണ് വെർട്ടിക്കൽ കർവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആണ്, ഇതിൽ ആൻസർ വരുന്നത് റിവേഴ്സ് കർവാണ്, ഓപ്ഷൻ സി. റിവേഴ്സ് കർവിന് 2 ആർക്കുണ്ട്, ഡിഫറെൻറ്റ് റേഡിയസ് ആണ്, അവരുടെ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. Driving vehicles on wet surfaced roads is dangerous because it may. 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഒരു വെറ്റ് സർഫസിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. റോഡ് സർഫസിലും അതുപോലെ വീൽസിലും ഇടയിലുള്ള ഫ്രിക്ഷൻ കുറവാണെങ്കിൽ ആ വെഹിക്കിൾ സ്ലിപ്പ് ചെയ്യും. സ്ലിപ്പ് ചെയ്യുക മീനിങ് ആ വെഹിക്കിളിൻ്റെ വീൽസിൻ്റെ ട്രാൻസ്ലേറ്ററി മോഷൻ കുറവായിരിക്കും. അതിൻ്റെ വീൽസിൻ്റെ റിവോൾവ് ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ട്രാൻസ്ലേറ്ററി മോഷൻ കുറവായിരിക്കും. അങ്ങനെയാണ് അതിന് സ്ലിപ്പിംഗ് സംഭവിക്കുക. ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്ലിപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ പേയ്മെൻറ്റ് വിഡ്ത്ത് ഓഫ് റോഡ് ഡിപ്പെൻഡ്സ് ഓൺ. ഫിഗറിൽ പേയ്മെൻറ്റ് ഓർ കേരേജ് വേ കാണിച്ചിട്ടുണ്ട്. കേരേജ് വേ എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ബൈ ദ ട്രാഫിക് യൂസ് ചെയ്യുന്ന നമ്മുടെ റോഡിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഷോൾഡർ, ഫോർമേഷൻ, വിഡ്ത്ത്, കർവ്സ്, ക്യാമ്പർ, ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. അതിൽ പേയ്മെൻറ്റ് ഓർ കേരേജ് വേ എന്ന് പറയുന്നത്
ട്രാഫിക്കിന് യൂസ്ഫുൾ ആയിട്ടുള്ള റോഡിൻ്റെ പോർഷനാണ്. ഈ വിഡ്ത്ത് ഓഫ് കാരേജ് വേ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെയാണ്. മെയിൻലി 2 ഫാക്ടേഴ്സിനെയാണ്. ഏതൊക്കെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ വിഡ്ത്ത് ഓഫ് ട്രാഫിക്, സെക്കൻഡ് വൺ നമ്പർ ഓഫ് ലെയിൻസ്. ഹിയർ it is clear that the answer is option C, number of lanes. Question number 5. Commonly used rails in India. 4 options are given: double-headed, bull-headed, bull-footed and flat-footed. Mainly 3 types of rails ആണ് ഉള്ളത്: double-headed, bull-headed and flat-footed. From the figure it is clear that double-headed railsന് 3 parts ഉണ്ട്: upper table, lower table and the middle portion is web. ഇതിൽ അപ്പർ ടേബിളിനും ലോവർ ടേബിളിനും സെയിം ഡയമെൻഷൻസ് ആണ്. ഇതിപ്പോൾ അധികം ഔട്ട് ഓഫ് യൂസ് ആണ്, പ്രാക്ടിക്കലി ഇതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ദെൻ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 610 to 732 സെൻറ്റിമീറ്റേഴ്സ് ആണ്. രണ്ടാമത്തത് ബുൾ ഹെഡഡ് റെയിൽ. ബുൾ ഹെഡഡ് റെയിൽസ് ഇതിൽ 3 പാർട്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഹെഡും ഫൂട്ടും തമ്മിലുള്ള ഡയമെൻഷൻസിൽ വ്യത്യാസമുണ്ട്. ഇത് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലും സം അതർ പാർട്സ് ഓഫ് യൂറോപ്പിലുമാണ്. ഇതിൻ്റെ ലെങ്ത്ത് 18.29 മീറ്റേഴ്സ് ആണ്. ദെൻ തേർഡ് വൺ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. ഫ്രം ദി ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇതിൻ്റെ ഫൂട്ടഡ് പോർഷൻ സ്പ്രെഡ് ഔട്ട് ചെയ്ത് ഒരു ബേസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഹൈലി പോപ്പുലർ ആയിട്ടുള്ള, മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ റെയിൽവേസ്. ഈ റെയിലാണ് 90% ഓഫ് പ്രസൻറ്റ് റെയിൽവേ ട്രാക്സിൽ യൂസ് ചെയ്യുന്ന റെയിൽ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ്. ഇത് എക്കണോമിക്കലാണ്, മോർ സ്റ്റിഫർ ആണ്, ദെൻ ഇറ്റ് ഹാസ് ലോങ്ങർ ലൈഫ്. ഇന്ത്യയിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെയിൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ്. ഹെൻസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. താങ്ക് യു.